താങ്ക് യു എവരിവൺ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് എല്ലാവരും വളരെ മനോഹരമായി തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എൻഗേജ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിബേറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തെ സമർത്ഥിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന ഒരു ആശയത്തെ നമ്മുടേതാക്കി മാറ്റാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ അത് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഒഴുക്കിനെതിരെ നീന്താന്ന് പറയൂല. ഒഴുക്കിനൊപ്പം നീന്താൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി നല്ല ശക്തി ആവശ്യമാണ്. നല്ല വേർഡ്സ് ആവശ്യമായിട്ട് വരും. നന്നായി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും രൂപപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിബേറ്റ് തീർച്ചയായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഡിബേറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ഒന്ന്, ക്ലാരിറ്റി ഓഫ് തോട്ട്. നമ്മളുടെ തോട്ട് നമ്മൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. നോ വാട്ട് യു സ്റ്റാൻഡ് ഫോർ ആൻഡ് വൈ. നമ്മൾ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, എന്തുകൊണ്ട് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ കോർ പോയിന്റ്സ്. ഒരിക്കലും ഓഫ് ടോപ്പിക്കിലേക്ക് നമ്മൾ ഒരിക്കലും പോരുത്. ആ പോയിന്റിൽ തന്നെ നിലനിൽക്കുക. സംസാരിച്ച് കാട് കയറി പോവുക, അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആ പോയിന്റ്, നമ്മളൊരു പോയിന്റിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുക. യൂസ് സിമ്പിൾ സ്ട്രക്ചേർഡ് ആർഗ്യുമെന്റ്സ്. വളരെ സിമ്പിൾ ആയിട്ട് മാത്രം നമ്മൾ സംസാരിക്കുക. കാരണം നമ്മളുടെ ഓഡിയൻസിനെ ഫോളോ ചെയ്യാനും അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്ന ആ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മളുടെ വേർഡ്സുകളും ആശയങ്ങളും നമ്മുടെ ലാംഗ്വേജും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡിബേറ്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലിസണിങ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രേറ്റ് ഡിബേറ്റേഴ്സ് ആർ ഗ്രേറ്റ് ലിസണേഴ്സ് എന്നുള്ളതാണ്. നമ്മളെ ഒപ്പോസ് ചെയ്യുന്ന ഒരാൾ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ കേൾക്കണം. അപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ പോയിന്റ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവരെന്താണ് പറയുന്നത് നമ്മൾ ലിസൺ ചെയ്യണം. അവര് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാൻ ഒരിക്കലും പാടില്ല. ഞാൻ ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഫീഡ്ബാക്ക് പറയാൻ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നാൽ പോലും നമ്മൾ ഇവിടെ ഒരു കാരണവശാലും ആ കുട്ടിയെ കെയർ ചെയ്യാതിരിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ നമ്മളിവിടെ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ എത്രത്തോളം അവർ പറയുന്നതിനെ ശ്രമിക്കുന്നുവോ ശ്രദ്ധിക്കുന്നുവോ അതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡോൺ ഇന്ററപ്റ്റ്. നമ്മൾ ഒരിക്കലും അവരെ ഇന്ററപ്റ്റ് ചെയ്യരുത്. അവരെ പറയാൻ അനുവദിക്കണം. കാരണം ഓരോരുത്തർക്കും ഓരോ സമയം നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ സമയത്തിൽ കയറിയിട്ട് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്ത്, ഇനി അഥവാ ഇന്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അനുവാദം എടുത്തതിന് ശേഷം മാത്രം ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് നമ്മൾ ചോദിച്ച് അവരുടെ അനുവാദം ലഭിക്കുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഒരിക്കലും അവരുടെ സമയം അപഹരിച്ചുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നീട്ടി സംസാരിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാം. അയ്യോ, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇതല്ല എന്ന് ജസ്റ്റ് ഒന്ന് പറയാം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരിക്കലും അതിനെ വിശദീകരിക്കാൻ പാടില്ല. അവരുടെ സമയത്തെ നമ്മൾ മാനിക്കണം. അത് ഇന്ററപ്റ്റ് ചെയ്യാൻ നമ്മൾ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ യൂസ് വാട്ട് യുവർ ഒപ്പോണന്റ് സേസ് ടു ബിൽഡ് യുവർ കൗണ്ടർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിസൺ ചെയ്താൽ മാത്രമേ അവര് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു കൗണ്ടർ പോയിന്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവരെന്ത് പറഞ്ഞു, ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ ആൾ എന്താണ് പറഞ്ഞത് അതിനെ കൃത്യമായിട്ട് ലിസൺ ചെയ്ത് അതിന്റെ ഒരു കൗണ്ടർ പോയിന്റ് തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് അവർ പറഞ്ഞതിനെ കൃത്യമായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ ലിസണിങ് സ്കിൽസ്. മൂന്നാമത് കോൺഫിഡന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ആശയമല്ല നമ്മൾ നിലനിൽക്കുന്ന ഒരു ടീമെങ്കിൽ ഒരു കാരണവശാലും അതൊരിക്കലും നമ്മുടെ ബോഡി ലാംഗ്വേജിലോ നമ്മുടെ മുഖത്തോ നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഒരിക്കലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിന്റെ ആളെന്നല്ല ട്ടോ എന്ന് പറയരുത്. അതോടുകൂടി തീർന്നു, അപ്പൊ തോറ്റു അല്ലെ. അപ്പോ നമ്മൾ ഒരിക്കലും അത് ഇവിടെ സാഹിർ സാറൊക്കെ ചെയ്തതുപോലെ തന്നെ എന്താണ്, നമ്മളെപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് നമ്മളുടെ ഉദ്ദേശം എന്താണ്, നമ്മുടെ ഉദ്ദേശം ഈ ഒരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ എളുപ്പമാക്കുക, നമ്മുടെ ആ കോൺഫിഡൻസ് നമുക്കിവിടെ കാണിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു തീം അതിനുവേണ്ടി നമ്മൾ എപ്പോഴും സ്റ്റാൻഡ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പീക്ക് ക്ലിയർലി ആൻഡ് അറ്റ് എ മോഡറേറ്റ് പേസ്. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു കോൺഫിഡൻസ് നമ്മളുടെ വോയിസിലും നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിലും
നമ്മൾ ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും നമ്മൾ ആ സംസാരം കേൾക്കുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാകണം ഇതാണ് ശരി കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസാരത്തിലൂടെ തന്നെ അവർക്ക് മനസ്സിലാവുന്നതാണ് ഇയാള് തന്നെ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്നുള്ള ഒരു ഒരു ഇത് വരും. അപ്പൊ അവിടെ നമ്മളത് നോക്കാം. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ വോയിസ് മോഡുലേഷൻ എപ്പോഴും ആ ഒരു മോഡുലേഷൻ ആ ഇമ്പോർട്ടൻസിന്റെ വേർഡ്സിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്തും അതേപോലെ തന്നെ അതിന്റെ ഒരു ടോണാലിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഡിബേറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെ, ആ ഡിബേറ്റിന്റെ ആ ഒരു ഊർജവും എനർജിയും ഒക്കെ നമുക്കതിൽ കൊണ്ടുവരാൻ നമുക്ക്. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. അപ്പൊ ഐ കോണ്ടാക്ട് നമ്മൾ സംസാരിക്കുന്ന ആളുകളെ ഐ കോണ്ടാക്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ ക്യാമറയിലേക്കാണെങ്കിൽ അതിന്റെ ഐ കോണ്ടാക്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എക്സാമ്പിൾസുകൾ വെച്ച് സംസാരിക്കുക. എവിഡൻസ് എന്ന് പറയുന്ന സമയത്ത് ഡാറ്റകളാകാം, ന്യൂസ് റിപ്പോർട്ടുകളാകാം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഡാറ്റകൾ വെച്ച് നമ്മൾ സംസാരിക്കുക, എവിഡൻസുകൾ നമ്മൾ കൊടുക്കുക, എക്സാമ്പിളുകൾ നമുക്ക് പറയാം, നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് വിവരിക്കാം. ഇതിനൊക്കെ വെച്ച് ഫാക്റ്റുകൾ വെച്ച് സ്റ്റോറീസ് വെച്ചൊക്കെ സംസാരിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പൊ കുറച്ചും കൂടിയും കണ്ടന്റ് റിച്ച് ആകും. അവർക്ക് ഒരിക്കലും അതിനെ നിരാകരിക്കാൻ സാധിക്കില്ല. റിസർച്ചുകൾ ബേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ, ഡാറ്റകൾ വെച്ച് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും അവർക്ക് നിരാകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് റെസ്പെക്റ്റ്ഫുൾ കൗണ്ടറിങ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് റെസ്പെക്റ്റ്ഫുൾ കൗണ്ടറിങ് എന്ന് പറയുന്നത്? ഡിസഗ്രി ദ ഐഡിയ. ഓക്കെ, ഡിസഗ്രി വിത്ത് ദ ഐഡിയ നോട്ട് ദ പേഴ്സൺ. എപ്പോഴും നമ്മൾ വ്യക്തിപരമായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാളെയും അധിക്ഷേപിക്കരുത്, ഒരാളെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മള് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും റെസ്പെക്ട്. നമ്മൾ നിയമസഭയിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലെ, അവര് എന്താണ് ചില സമയത്ത് അവിടെയും നമ്മള് പിന്നെ റെസ്പെക്ട് ചെയ്യാതെ സംസാരമൊക്കെ കാണാം. എന്നിരുന്നാലും അവിടെ സാർ എന്നൊക്കെ മാഡം അല്ലെങ്കിൽ സാർ എന്നൊക്കെ സംസാരിച്ചിട്ട് ആയിരിക്കും അവിടെ തുടങ്ങുന്നത്. ഇതേപോലെ നമ്മൾ ഒരിക്കലും ഒരു നേരത്തെ പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ പേരിനെ നിരന്തരം ഇങ്ങനെ പറയരുത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഭാവനയമ്മ പറഞ്ഞാൽ സാർ സാർ പറഞ്ഞ അസാർ സാർ ഇന്നതാണ് പറഞ്ഞത്, സാർ സാർ അങ്ങനെ ആ ഒരു പേരിനെ അല്ലെങ്കിൽ പേരിനെ പറയാന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ടീമിനെ പറയാം. എന്താണ് മോഡേൺ ടീം ഇപ്പൊ സമർത്ഥിക്കുന്ന ഇന്നതാണല്ലോ, അവിടെ മോഡേൺ ടീമിനെ പറഞ്ഞാൽ മതി. കാരണം വ്യക്തിയെ നമ്മൾ പറയേണ്ടതില്ല കൂടുതലായിട്ട് പറയാം. പക്ഷെ ഒരിക്കലും ഒരാളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കും. ഒരാളുടെ പേര് നിരന്തരമായിട്ട് അനീസ മാം ഇന്നതാണ് പറഞ്ഞത്, അനീസ അങ്ങനെ പറയരുത് ഒരിക്കലും. അവിടെ വേണമെങ്കിൽ ടീമിനെ നമുക്ക് പറയാം. കുറച്ചും കൂടി റെസ്പെക്ട്ഫുൾ വ്യൂയിലൂടെ കൂടെ തന്നെ പേഴ്സണെ അധിക്ഷേപിക്കുക എന്നുള്ളതിനേക്കാൾ ആ ഐഡിയയെ, ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എപ്പോഴും കൗണ്ടർ ചെയ്യേണ്ടത്. അപ്പോൾ ഐ റെസ്പെക്ട് യുവർ വ്യൂ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതായത് നിങ്ങൾ പറഞ്ഞതിന് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ എന്നുള്ള രൂപത്തിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു അനദർ പേഴ്സ്പെക്റ്റീവിന് അല്ലെ, ലെറ്റ്സ് കൺസിഡർ അനദർ പേഴ്സൺ, ഇതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെയും ചിന്തിച്ചുകൂടെ, അതല്ലെങ്കിൽ നമുക്ക് ഹിയർ ആൻ ഓൾട്ടർനേറ്റീവ് തോട്ട്, നമുക്കൊരു മറ്റൊരു ആശയം നമുക്ക് പങ്കുവെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു വേയിലൂടെ നമുക്ക് തിങ്ക് ചെയ്യാം തുടങ്ങിയിട്ടുള്ള വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മളുടെ ഒരു ഡിബേറ്റ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ റെസ്പെക്ട് അവിടെ നഷ്ടപ്പെടുമ്പോൾ ആ ഡിബേറ്റിന്റെ ഒരു കാമ്പ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്ട്രക്ചർ യുവർ പോയിന്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ സംസാരിക്കുന്നത് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ആയിരിക്കും, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകില്ല. പലപ്പോഴും നേരത്തെ നമ്മൾ ഓഫ് റോഡ് പോകും, എന്താണ് റോട്ടിൽ ഓടിക്കുന്നതിന് പകരം എന്താണ് പുറത്തേക്ക് പോവുക, നമ്മുടെ ആശയം പറയുന്നതിന് പകരം വേറെ കാട് കയറി നമ്മൾ വരുന്നു, അപ്പോഴേക്കും നമ്മുടെ സമയം അവസാനിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്, ആദ്യം പോയിന്റ് പറയുന്നു, അതിനുശേഷം അതിന്റെ റീസൺ പറയുന്നു. സ്റ്റേറ്റ് യുവർ പൊസിഷൻ ക്ലിയർലി. നമ്മൾ ഇന്നതൊരു പോയിന്റ് പറയുന്നു, ആ പോയിന്റിന്റെ റീസൺ, ഗിവ് എ റീസൺ, അത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അതേപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ പറയാം. സപ്പോർട്ട് എ റിയൽ ലൈഫ്, ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ ഒരു എവിഡൻസോ നമ്മൾ അതിനോട് പറയുന്നു. അതിനുശേഷം ആ പോയിന്റ് നമ്മൾ വീണ്ടും ഒരു റീ എംഫസൈസ് യുവർ സ്റ്റാൻഡ്. അപ്പോൾ അതിനെയാണ് PREP ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പോയിന്റ് പറയുന്നു, അതിനൊരു റീസൺ പറയുന്നു, അതിനൊരു എക്സാമ്പിൾ പറയുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ ആ പോയിന്റ് അഗെയിൻ നമ്മൾ പറയുന്നു. അപ്പൊ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മളത് കംപ്ലീറ്റ് നമ്മൾ ആ ഒരു പാക്ക് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 6 പോയിന്റുകൾ നമ്മുടെ ഡിബേറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മനോഹരമായിട്ട്
നമുക്ക് ഡിബേറ്റുകളിൽ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. ആ ഡിബേറ്റുകളിലൂടെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരെണ്ണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്തതിൽ പങ്കെടുക്കാം. അപ്പൊ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഇടപഴകാൻ, അല്ലെ, നമുക്ക് നമ്മൾ സംസാരിച്ചാൽ തെറ്റിപ്പോകോ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റൈലാണല്ലോ, എൻ്റെ സ്റ്റൈൽ ശരിയാകോ, ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അവിടെ കിട്ടുന്നുണ്ടോ, അതിനൊരു ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ഡിബേറ്റിലൂടെ ഉണ്ടാകും. പിന്നെ മാത്രമല്ല, ഇതെന്താണ്, എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്, ഒരാളും മാറി നിൽക്കുന്നില്ല. മറ്റേ എന്താണ്, പലരും വരുന്നു വരാതിരിക്കുന്നു. അപ്പൊ ഇതെന്താണ്, എല്ലാവരും വരുന്നു പോകുന്നു, നമ്മൾ തമ്മിലുള്ള ഒരു വലിയ ഒരു കണക്ഷൻ രൂപപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡിബേറ്റിനെ ഡിബേറ്റായിട്ട് മാത്രം കാണുക കേട്ടോ. കാരണം ഇവിടെ കുറെ പോയിന്റുകൾ പറഞ്ഞു, കൗണ്ടർ പോയിന്റുകൾ പറഞ്ഞു. അപ്പൊ ഒരിക്കലും സാർ അങ്ങനെ എന്റെ പോയിന്റിന് അവർ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട. നമ്മൾ പഴയ പോലൊക്കെ തന്നെ ഡിബേറ്റ് ആയിട്ട് പോകുന്നു, നമ്മൾ നമ്മളായിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ചിലപ്പോൾ ആദ്യമായിട്ട് ഡിബേറ്റിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ എന്തായിരുന്നാലും വളരെ സന്തോഷം, സ്നേഹം. ഇനി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരെയും അവരുടെ ഒരു എക്സ്പീരിയൻസ്, ജസ്റ്റ് ആൻ എക്സ്പീരിയൻസ്, ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ്, ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിട്ട് തോന്നി. കാരണം ആ സൗഹൃദത്തിൽ നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മനോഹാരിത സാഹിബ് സാറ് ചൂടാവുന്നത് കണ്ടപ്പോ അത് ശരിക്കും ഓഫ്ലൈൻ ആണെങ്കിൽ എനിക്ക് അടി കിട്ടിയിട്ടുണ്ടാവുന്ന വരെ നന്നായി. ഞാൻ നല്ലോണം ആസ്വദിച്ചു, മനോഹരമായിരുന്നു. സാഹിർ സാറിനെ പോലെ എല്ലാവരും അടുത്തതിൽ വരണം, സെറ്റായിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല. ഓക്കെ, സെറ്റ്. ഓക്കെ. ആ പറഞ്ഞ പോലെ ഞാൻ പിടിച്ച 3 കൊമ്പ് എന്ന് പറഞ്ഞ അതേ പക്ഷത്ത് നിന്നു, പറഞ്ഞ പോലെ തന്നെ നിന്നു. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ആള് വരും. വേറെ ആരാ പറയുന്നേ? ഞാൻ പറയട്ടെ. ഞാൻ ഈ കൺവെൻഷൻ മെത്തേഡിന് എൻറ്റാലി അഗെയിൻസ്റ്റ് ആണ്. അപ്പം എനിക്ക് പറയാൻ കണ്ടന്റ് കിട്ടാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡിബേറ്റ് എനിക്ക് ഒരു 12th വരെ കോളേജ് ടൈം, സ്കൂൾ ടൈം ആ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഓപ്പോസിറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇത് എൻറ്റയർലി ആസ് എ മദർ എനിക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതി, അല്ലെങ്കിൽ 100% എന്നല്ല, മോർ ദാൻ 75% ഞാൻ ഒപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കൺവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ചൈൽഡ്ഹുഡ് ആണെങ്കിലും നമ്മൾ കണ്ടു വളർന്നവരാണെങ്കിലും ഒക്കെ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ, അപ്പൊ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ടേ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇൻഹിബിഷൻ ഉണ്ടല്ലോ, അത് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ. ഒരു പുതിയ എക്സ്പീരിയൻസ്. ഓക്കെ. ഹസ്ന മാം, ഭാവനി മാം, പ്രിയ മാം. ഇതുപോലെ പറഞ്ഞ പോലെ ഹസ്നൻ സാർ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ഡിബേറ്റ് കുറെ കാലമായി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിൽ ചേരാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോ ഇതിലാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം സാറ് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. പിന്നെ പോയിന്റ്സ് എഴുതി വെക്കാൻ പറ്റില്ല. അപ്പൊ മോള് കയ്യിലുണ്ടായിരുന്ന കാരണം അടുത്ത പ്രാവശ്യം എഴുതി അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കും. പൊളി. അപ്പൊ രക്ഷയില്ല, അടുത്ത ടീമിൽ കൂടിക്കും എല്ലാവരും. സെറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് റിയ മാം. ഡിബേറ്റ് ആദ്യമായിട്ടാണ്, അപ്പൊ പരിചയമൊന്നുമില്ല. പിന്നെ പെട്ടെന്നായതുകൊണ്ട് പോയിന്റ് ഒന്നും ഇങ്ങനെ എഴുതി വെക്കാനോ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പേരെടുത്ത് പറഞ്ഞു എന്ന് തോന്നുന്നു ഇങ്ങനെ. അപ്പൊ എനിക്ക് പിന്നെ സാറ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അങ്ങനെയൊന്നും എടുത്ത് പറയരുത്, അവരെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാന്നൊക്കെ ഇപ്പൊ മനസ്സിലായി. നെക്സ്റ്റ് ഡിബേറ്റിൽ കുറച്ചുകൂടി ഇതുപോലെ പോയിന്റ് ഒക്കെ എഴുതി വെച്ച് കുറച്ചുകൂടി മനോഹരമാക്കാൻ ശ്രമിക്കാന്ന്. ഓക്കെ. നെക്സ്റ്റ് ഭാവനി മാം, നാട്ടിൽ നിന്ന്. ഹലോ സർ. ഞാൻ ഡിബേറ്റിനൊന്നും ചേരാറില്ല. പൊതുവെ ഡിബേറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കാനും പറ്റില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം പഠിച്ചിട്ട് വരും. ഇനി വിട്ടുകൊടുക്കൂല. അതെ.
ഇത് വന്ന് ഇരുന്നതാണ്. എനിക്കപ്പോ എങ്ങനെയാണ് അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് ഇങ്ങനെയായിരുന്നോ ഫോളോ ചെയ്യുന്നത്? നമ്മള് എല്ലാവരും ഒരു ബാലൻസ്ഡ് രീതിയിൽ അങ്ങ് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഏത് പോയിന്റ് എവിടെ എങ്ങനെ പറയണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനകത്തേക്ക് കേറിയപ്പോ നമുക്ക് വന്നു ഓട്ടോമാറ്റിക്കലി ഏതാണ് പോയിന്റ്സുകൾ വന്ന് പറയാൻ സാധിച്ചു. അപ്പൊ ഇതേ കണക്കിന് കൂടുതൽ ഇന്ന് ചേർന്നാൽ നന്നായിരിക്കും. പഠിച്ചിട്ട് വന്ന് പറയണം എന്ന് തോന്നുന്നു. അതെ 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 അതെ. ഓക്കെ. ഗുഡ്. താങ്ക് യു. നിധി സാർ, ജസീന മാം. എനിക്കും ഞാൻ കുറെ ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പൊ അന്നേരം തോന്നി എന്തൊക്കെയോ അങ്ങ് പറയാ ചെയ്തേ. സാർ എന്ത് പറയുമ്പോഴും സ്പോർട്സും അതേപോലെ അതെ. തന്നെ അത് കടന്നു വരും അല്ലെ? എന്തായാലും അത് പെട്ടെന്ന് എക്സാമ്പിൾ പറയാൻ അതൊക്കെ വരുള്ളൂ. അത് 13 വയസ്സും IPL ഒക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. പണ്ട് കാരണം എന്ത് പറഞ്ഞു? കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഇങ്ങനെയൊക്കെ തീർക്കുന്നു. ഓക്കെ. ഗുഡ്. താങ്ക് യു. എന്തായാലും നിതീഷ് സാറും ഇടപെട്ടു. ഭയങ്കര സന്തോഷം. ജസീന മാം തുടങ്ങിയതും അവസാനിപ്പിച്ചതും ജസീന മാമിൽ നിന്നാണ്. അല്ല, സോറി, എനിക്ക് അതിന്റെ ഇടക്കൊന്ന് മുങ്ങി. എന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞ ഞാൻ കേട്ടില്ല, ഒന്നൊന്ന് പറയൂ. എക്സ്പീരിയൻസ്. ഓക്കെ, അത് എനിക്ക് തോന്നിയത് പഠിച്ചിട്ട്, അതായത് ഇത് നമുക്ക് ഡിബേറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് നല്ലോണം ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എല്ലാ മേഖലയെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മള് ചെയ്യാൻ പോകുന്ന ഒരു മേഖല ഏതാണോ അതിനെക്കുറിച്ച് ഏത് ലെവല് വേണമെങ്കിലും നമുക്ക് ഡിബേറ്റിന് വരാം. ഈ പറഞ്ഞ പോലെ എങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പൊ എന്തിനേയും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നേരിടാൻ ഉള്ളിലൊരിത്തിരി പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാത്ത വിധത്തില് നമ്മള് ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനും റെഡി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കും ഞാനിപ്പോ പിന്നാലെ പോണത് ഇതിന്റെ പിന്നാലെ ആയതുകൊണ്ടും എനിക്ക് ഇതില് നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമ്മൾ റെഫർ ചെയ്തിട്ടും പഠിച്ചിട്ടും എന്തായാലും നമുക്ക് വരാനും പറ്റൂല. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാലും ചിലപ്പോ നമുക്ക് സമയം കിട്ടിയെന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണോ കയ്യിലുള്ളത് അട്ട് കളിക്കന്നെ. അപ്പൊ മാക്സിമം അടുത്ത ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ തന്നെ അർച്ചന മാം, നമുക്ക് നേരത്തെ തന്നെ ഔട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഔട്ട് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ എന്താവൂല, ആ ടീമിലുള്ള എല്ലാവരും വരില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എല്ലാവരും ആ ടീമിലുള്ള ആൾക്കാർ വരില്ല. അപ്പൊ വന്നാലും നമ്മൾ ഷഫിൾ ചെയ്യേണ്ടി വരും. അപ്പൊ എന്നാലും ഒരു ടോപ്പിക് ഇട്ടിട്ട് രണ്ടും പഠിച്ചു വരാം. എന്നിട്ട് അവിടെ വരുന്ന സമയത്ത് നമുക്ക് ടീമാക്കാം. എങ്ങനെ ഉണ്ടാവും? അല്ല, അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോ ഡിബേറ്റ് ഒക്കെ ചിലപ്പം തലേ ദിവസം നമ്മളെ ടീമിലെ അറിയിക്കും, ഇന്നതാണ് ടോപ്പിക് എന്ന് അറിയിക്കും. അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് രണ്ട് പഠിച്ചിട്ട് വരണം. രണ്ടും അത് വിഷയം കംപ്ലീറ്റ്ലി ഒന്ന് നോക്കി പഠിച്ചിട്ട് വരണം. എന്നിട്ട് അപ്പൊ ആ മൊമെന്റിലായിരിക്കും കുലുക്കിയിട്ട് എടുക്കുക, ഫോർ ആണോ എഗെയിൻസ്റ്റ് ആണോ. അപ്പൊ അതിലൊരു പോസിറ്റീവ്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ കുറച്ച് നന്നായിട്ട് വായിക്കും. നമ്മുടെ വായന, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള അറിവുകൾ. അപ്പൊ അതിലൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതാണ് ഫേവർ ചെയ്യുന്നത്. അപ്പൊ ചില സ്ഥലത്തൊക്കെ ഡിബേറ്റിന്റെ അവസാനം ചിലപ്പോ ഈ വശത്തുള്ള ആൾ ആ വശത്തേക്ക് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ചിന്തിച്ചതൊന്നും അല്ല, ഇങ്ങനെയും ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് നന്നായി നോക്കി വന്ന് പിന്നെ അവിടെ വന്നിട്ട് ഫോർ അഗെയിൻസ്റ്റ് ആവുമ്പോൾ അതിൽ ത്രില്ല് കൂടും. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം, സ്നേഹം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിബേറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും തിരിഞ്ഞു പോകാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.